നിരീശ്വരവാദികൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. ഈ കാലഘട്ടത്തിൽ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതർ പുതുതലമുറയുടെ ഭക്തി നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എന്നാൽ പലപ്പോഴും ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുടെ ആലയത്തിനകത്ത് തന്നെയുള്ള പ്രവർത്തനങ്ങൾ നിമിത്തം പലപ്പോഴും പുതുതലമുറയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് ഇന്ന് ടെക്നോളജി ഒരുപാട് മുമ്പോട്ട് വളർന്നു വന്ന ഈ സാഹചര്യത്തിൽ ബൈബിളൊക്കെ നമുക്ക് മൊബൈലിലും ടാബിലും ഒക്കെ കാണാൻ കഴിയും. മൊബൈലിലും ടാബിലും ഒക്കെ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ, വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ അതിനകത്ത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ, ബൈബിളൊക്കെ വായിക്കുന്ന സമയത്ത് ഇന്റർനെറ്റ് ഓൺ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും. ഉടനെ ആരാണ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചത്, ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു എന്താണെന്നൊക്കെ അറിയുവാൻ പുരോഹിതൻ ഇതൊക്കെ നോക്കുന്ന സമയം ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പുതിയ തലമുറയ്ക്ക് ഭക്തി വർദ്ധിക്കും? ആലയത്തിലെങ്കിലും മൊബൈലും ടാബും ഒക്കെ ഒന്ന് മാറ്റിക്കൂടെ? അതല്ല, ബൈബിൾ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് ഇല്ലാതെ ആ സമയത്ത് ഉപയോഗിച്ചാൽ ഈ പറയുന്ന വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്നത് കാണത്തുമില്ല, നോക്കാനൊരു പ്രേരണ ഉണ്ടാകത്തുമില്ല. അതുകൊണ്ട് ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. പലപ്പോഴും പുരോഹിതർ കാണിക്കുന്ന അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് കാണിക്കുന്ന ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിമിത്തം ആളുകളുടെ ഭക്തി നഷ്ടപ്പെട്ടു പോകുന്നു. അതുമാത്രമല്ല, ആരെങ്കിലും ഒരാൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗിച്ചതുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് കിട്ടിയ ഏതെങ്കിലും ഒരു വാക്ക് നിമിത്തം ആ വാക്കിൽ കൂടെ പുതിയ മെസ്സേജ് ഉണ്ടാക്കുന്ന പാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവരും ഈ ജനങ്ങളുടെ നടുവിൽ കാണിക്കുന്നത് താൻ അവിടെ വെച്ച് പുതിയൊരു മെസ്സേജ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ താൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവർ കാണിക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ ഭക്തി നഷ്ടപ്പെട്ടു പോകുന്നു. ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത് ജനങ്ങളുടെ ഭക്തി നഷ്ടപ്പെടുത്താനല്ല, നിങ്ങളുടെ ശുശ്രൂഷ മറ്റൊരാൾക്ക് അനുഗ്രഹമായി തീരട്ടെ. അതല്ലാതെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ നിങ്ങൾ നിമിത്തം, ആലയത്തിലുള്ള നമ്മുടെ പ്രവൃത്തികൾ നിമിത്തം ഒരിക്കലും ദൈവത്തിലുള്ള ഭക്തി ജനങ്ങൾക്ക് കുറയുവാൻ ഇടവരരുത്.